ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ സോമവതി അമാവാസ്യയാണ്. അതായത് തിങ്കളാഴ്ച കർത്തവാവ് വരുന്നതിനെയാണ് സോമവതി അമാവാസ്യ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലോട്ട് ധനാഗമനമുണ്ടാകുവാനും ഐശ്വര്യമുണ്ടാകുവാനും ഈ ഒരു അമാവാസ്യ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ്. അതുമാത്രവുമല്ല, നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച നമുക്ക് ശനി ജയന്തിയും കൂടിയിട്ടാണ്. അപ്പം ആ ഒരു വീഡിയോയും ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം. കാരണം ഇപ്പോൾ എല്ലാവർക്കും കണ്ടകശനിയും ഏഴരശനിയും അഷ്ടമശനിയും ശനി ദശയിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ ഒരു ശനി ജയന്തി ദിവസം നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ ഇവയിൽ നിന്നൊക്കെ, അതായത് ഈ എന്ത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഓൺഗോയിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു വിമോചനം തരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കണം. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിട്ട് ഞാൻ ശനി ജയന്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നാളെ വരുന്ന അമാവാസിയിൽ നമ്മൾ ആദ്യം തന്നെ മഹാദേവ പൂജ മറക്കാതെ ചെയ്യണം. അതിനു മുൻപായിട്ട് അമാവാസി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. അമാവാസി തിഥി ആരംഭിക്കുന്നത് നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ 8:30 കൂടിയിട്ടുമാണ്. അമാവാസിയിൽ നിങ്ങൾ ചെയ്യുന്ന പരിഹാരങ്ങൾ, കല്ലുപ്പ് പരിഹാരങ്ങൾ, നമ്മുടെ ലക്ഷ്മി പൂജ, ഇവകയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നാളെ തിങ്കളാഴ്ചയാണ്. ചൊവ്വാഴ്ച 8:30 മുൻപ് ചെയ്യുന്നതും നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ്. അപ്പം നാളെ തിങ്കളാഴ്ച വൈകിട്ട് ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളാണ് ഞാനിപ്പം നിങ്ങളോട് ആദ്യം പറയുന്നത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ച രാവിലെ 8:30 മുൻപായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്ത് ആൽമരം, അതിപ്പം ക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല, ഒന്നുകിൽ നാളെ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപേ ചെയ്യണം. കാരണം 6 മണിക്ക് ശേഷം വൃക്ഷങ്ങളൊക്കെ ഉറങ്ങാൻ പോകുന്നൊരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരിഹാരം 6 മണിക്ക് മുൻപ് ചെയ്യണം. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാളെ തിങ്കളാഴ്ച നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഒരു കോപ്പർ, സിൽവർ അല്ലെങ്കിൽ ബ്രാസിൻ്റെ ഒരു ചെറിയ കുടം, ഇനിയിപ്പം കിണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കിണ്ടിയാണെങ്കിലും എടുത്തിട്ട് അതിൽ ശുദ്ധമായ ജലം നിറച്ച് ഒരു പിഞ്ച് കറുത്ത എള്ളും കൂടി ഇട്ടിട്ട് ആ ജലം വേണം നമ്മൾ ആലിന് സമർപ്പിക്കാൻ. അത് ആലിന് സമർപ്പിക്കുമ്പോൾ ഓം പിതൃായ നമ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മളിത് സമർപ്പിക്കാൻ. നമ്മൾ നമ്മുടെ പിതൃക്കളെയാണ് ഈ ഒരു പൂജ ചെയ്യുന്നതിലൂടെ ആദ്യം തന്നെ പൂജിക്കുന്നത്. കാരണം കർത്തവാവെന്ന് പറയുന്നത് നമ്മുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം വിനിയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ആദ്യം ചെയ്യണമെന്ന് പറയുന്നത്. ഇനിയിപ്പം ആൽമരമൊന്നും അടുത്തില്ല എന്ന് പറയുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പാത്രത്തിൽ കാക്കയ്ക്ക് ഒരല്പം ചോറും അതുപോലെ തന്നെ ഒരല്പം വെള്ളവും വെക്കാവുന്നതാണ്. ഇതും നമ്മൾ ഈ ചെയ്യുന്നത് രണ്ടിനും ഒരേ ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞു ശിവലിംഗ പൂജയാണ്. വീട്ടിൽ ശിവലിംഗമുള്ളവർ തിങ്കളാഴ്ച വൈകുന്നേരം ഇതേപോലെ തന്നെ ബ്രാസ്, കോപ്പർ അല്ലെങ്കിൽ കിണ്ടി ഇതിൽ വെള്ളം എടുത്തിട്ട് അതിൽ 11 പച്ചരി ഇടണം. പൊട്ടാത്ത പച്ചരി ഇട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ചന്ദനമുണ്ടെങ്കിൽ ചന്ദനവും കൂടിയിട്ട് ആ ഒരു വെള്ളത്തിലിട്ട് ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ട് ഈ ജലം കൊണ്ട് നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്യണം. വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി സ്വയം തന്നെ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് വീട്ടിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി. ഇനിയിപ്പം നിങ്ങൾ നാട്ടിലാണ്, ഇപ്പോൾ കേരളത്തിലുള്ളവർക്കൊക്കെ അമ്പലത്തിൽ പോയി സ്വയം പൂജ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ജലധാര കഴിപ്പിച്ചാലും മതിയാവും. ഇതെല്ലാം നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ നൽകും. ഇത് നാളെ വൈകിട്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ, നാളെ രാവിലെ നിങ്ങളിത് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അമാവാസി തിഥി തുടങ്ങുന്നത് 12:30 ശേഷമാണ്. അതുകൊണ്ടാണ് ആ കാര്യം ചെയ്യരുത് എന്നും പറഞ്ഞത്. ഇനിയിപ്പം നാളെ ലക്ഷ്മി പൂജ ചെയ്യുന്നത് സാധാരണ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് പോലെ തന്നെ പ്രത്യേകമായിട്ട് ഒരിടത്ത് ദേവിയെ ഇരുത്തി അമ്മയ്ക്ക് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അത് തുടച്ച് മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ ചാർത്തി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം, നിങ്ങൾ സാധാരണ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ കൊളുത്തുന്ന അതേ നെയ്ദീപം അമ്മയ്ക്ക് മുൻപിൽ കൊളുത്തിയതിന് ശേഷം ദേവിക്ക് മുൻപിലിരുന്ന്
ദേവിയുടെ അറിയാവുന്ന മന്ത്രങ്ങൾ, ഇപ്പം നിങ്ങൾ കനകധാരാ സ്തോത്രം ചൊല്ലാം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാം. അതേപോലെ തന്നെ 108 ദേവിയുടെ നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാവുന്നതൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ഒരു കാര്യവും കൂടിയിട്ട് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. എല്ലാവർക്കും അറിയാം, വടക്ക് കിഴക്ക് ദിശയിലാണ് ഞാൻ നിങ്ങളോട് അക്ഷയപാത്രം വെക്കണമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അക്ഷയപാത്രത്തിന് അടുത്തായിട്ട് പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ദീപം കൊളുത്തുക. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യം ഒരു കോലം വരയ്ക്കുക. കോലം വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ വാഴയിലയോ വെച്ച് അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ദീപം, മൺവിളക്ക് മതിയാവും. ഇനി മൺവിളക്കില്ലെങ്കിൽ ബ്രാസ് എടുക്കാം. അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ആ ഒരു വിളക്ക് അലങ്കരിച്ചിട്ട് അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാം. അതിനുശേഷം ആ ഒരു ദീപം നമ്മൾ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ദീപം കൊളുത്തണം. ആ ദീപത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇടണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ദീപം കൊളുത്തിയതിന് ശേഷം മാത്രം വേണം നമ്മൾ മഞ്ഞൾപ്പൊടി ഈ ഒരു ദീപത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരല്പം കുങ്കുമവും കൂടിയിട്ട് ഇടണം. ഇടുമ്പോഴൊക്കെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്താൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ദീപം നമ്മൾ കത്തിക്കുന്നത് വെളുത്ത തിരിയാണല്ലോ. അപ്പം വെളുത്ത തിരി നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. റെഡ് കളറ് തിരി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പം റെഡ് കളർ തിരി ഇല്ലാത്തവർ ഇന്ന് തന്നെ ഒരല്പം കുങ്കുമം എടുത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന നിങ്ങളുടെ തിരിയെടുത്ത് അതിൽ മുക്കി ഉണക്കി എടുത്താൽ മതിയാവും. അപ്പം നമുക്ക് റെഡ് കളർ തിരി കിട്ടും. അപ്പോൾ അങ്ങനെ റെഡ് കളർ തിരി കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്താൻ. കൊളുത്തിയതിന് ശേഷം ആ ദീപത്തിന് മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ, ഇത് ചെയ്യുമ്പം സൺസെറ്റിന് ശേഷം മാത്രം, അതായത് നാളെ തിങ്കളാഴ്ച സൂര്യ അസ്തമയത്തിന് ശേഷം മാത്രം വൈകിട്ട് വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്താൻ. കൊളുത്തി വെച്ചതിന് ശേഷം ആ ഒരു ജ്വാലയ്ക്ക് മുൻപിലായിട്ടിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയിൽ പോയിരുന്ന് ഒന്നെങ്കിൽ 11 തവണ അല്ലെങ്കിൽ 108 തവണ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലണം. മന്ത്രം ഇതാണ്: ഓം ശ്രീം ശ്രീയേ നമഃ. ഈ ഒരു മന്ത്രം 11 108 നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചൊല്ലുക. ഇത് നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ ലൈഫിലോട്ട് പ്രോസ്പെരിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കാരണം തിങ്കളാഴ്ച വരുന്ന അമാവാസി ചന്ദ്രഭഗവാന്റെ ദിവസവും കൂടി ആയതുകൊണ്ട് ചന്ദ്രനുമായിട്ട് റിലേറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാകാം. ശുക്രഭഗവാനെ പോലെ തന്നെ ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹം നമ്മൾക്ക് വേണം. അപ്പം ചന്ദ്ര സഹോദരിയായ മഹാലക്ഷ്മി അന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ധനവരവ് നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവുന്നതാണ്. ഐശ്വര്യവും നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാളെ വൈകിട്ട് നിങ്ങൾക്കിത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ 8 മണിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വീട് തുടയ്ക്കുമ്പോൾ തുടയ്ക്കുന്ന ജലത്തിൽ ഒരല്പം കല്ലുപ്പും കൂടി ഇട്ടിട്ട് വീട് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുമാത്രവുമല്ല, നാളെ തിങ്കളാഴ്ച നിങ്ങളുടെ വീട്ടിൽ എത്ര റൂമുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലും ടോയ്ലറ്റിലും എല്ലായിടത്തും ഒന്നെങ്കിൽ ഒരു പേപ്പർ കപ്പിലോ അല്ലെങ്കിൽ ഒരു മൺവിളക്കിലോ ഒരല്പം കല്ലുപ്പിട്ടോ ഓരോ മുറിയുടെ കോർണറിലും നമ്മൾ വെക്കണം. അങ്ങനെ വെക്കുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം ഈ ഒരു കർത്തവാവ് ദിവസം അത് ആ കല്ലുപ്പ് അബ്സോർബ് ചെയ്യും. അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ചൊവ്വാഴ്ച എടുത്ത് കളയാവുന്നതാണ്. 8:30 വരെയാണ് അമാവാസി. അപ്പോൾ ആ ഒരു അമാവാസി തിഥിക്ക് ശേഷം എടുത്ത് കളയണം. ഇതെടുത്ത് കളഞ്ഞാൽ നിങ്ങൾ പോയി കുളിക്കാനും മറക്കരുത്. എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കാവൂ. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾക്ക് എടുത്ത് കളയാൻ മടിയാണ്, ചിലർക്ക് കല്ലുപ്പിപ്പം ചൊവ്വാഴ്ച എടുത്ത് കളയുന്നതിനോടൊരു താല്പര്യക്കുറവുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയും കൂടി അത് അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ബുധനാഴ്ച രാവിലെ നിങ്ങളിതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്താവുന്നതാണ്. എല്ലാവരും കഴിവതും ഇത് ചെയ്തു നോക്കണം. എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലോട്ട് വരാൻ ഇത് നമ്മളെ സഹായിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.